ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറി. അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ജഗ്ദീപ് ധൻകർ പറഞ്ഞു. പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തികമായ രാജ്യം ഏറെ പുരോഗതികൾ കൈവരിച്ച കാലത്ത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം താൻ പടിയിറങ്ങുന്നത് എന്ന് അദ്ദേഹം രാജിക്കത്തിലും വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ ആണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശത്തോട് ജഗ്ദീപ് ധൻകർ ഒരു ശക്തിയും ഇന്ത്യയെ ഭരിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നുള്ള രൂക്ഷമായിട്ടുള്ള ഒരു പരാമർശം ട്രംപിനെതിരെ, അമേരിക്കയുടെ ഇടപെടലിനെതിരെ നടത്തുക കൂടി ചെയ്തിരുന്നു ജഗ്ദീപ് ധൻകർ. ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ്. ആരായിരിക്കും ഉപരാഷ്ട്രപതി പദവിയിലേക്ക് വരിക എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പലപ്പോഴും പാർലമെന്റിന്റെ സെഷനുകളിൽ നേരിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ് ഉപരാഷ്ട്രപതി. അത്തരത്തിലുള്ള പല ചൂടേറിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ജഗ്ദീപ് ധൻകറെ വിമർശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പരസ്പര ബഹുമാനത്തോടു കൂടി കടന്നു പോകണം എന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ മൺസൂൺ പാർലമെന്റിന് മുൻപായിട്ട് പ്രസ്താവനയിൽ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ജനാധിപത്യപരമായിട്ടുള്ളൊരു സംസ്കാരം അത് പുലർത്തിക്കൊണ്ട് വേണം രാഷ്ട്രീയ മുന്നണികൾ മുന്നോട്ട് പോകാൻ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതൊക്കെ അന്ന് വാർത്തകളിൽ വന്നതാണ്. വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായതാണ്. പലപ്പോഴും അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുകയാണ് എല്ലാവരും. അത് അനുസരിച്ചാണ് രാജ്യം തീരുമാനമെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ബാഹ്യശക്തിക്ക് കീഴടങ്ങിയിട്ടില്ല ഒരു കാലത്തും എന്നതാണ് ഒരുപക്ഷെ ജഗ്ദീപ് ധൻകർ ഏറ്റവും ഒടുവിൽ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവന തന്നെ. അത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് പല തരത്തിൽ തുടരുകയാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂറുകൾക്ക് മുൻപാണ്. അഭിമാനത്തോടുകൂടി താൻ പടിയിറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ച് കത്ത് കൈമാറിയത്.